Hi friends, നമസ്കാരം മച്ചാമാരെ. എവർക്കും ഉണ്ണിസ്റ്റechvlogsന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്മാർട്ട് മീറ്ററിനെ പറ്റി തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുകൂലിച്ചവരുടെ കാര്യം അറിയിക്കട്ടെ, നമ്മളുടെ അഭിപ്രായത്തോട് യോജിച്ച് ചെയ്യുന്നവരാണ്. പക്ഷേ വിയോജിച്ച് ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായത്തെയും നമ്മൾ മാനിക്കണമല്ലോ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അവർ വിയോജിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് കിടക്കാം. അതിൽ പല സുഹൃത്തുക്കളും പറഞ്ഞത് ഇത് പല രാജ്യത്തും സെറ്റ് ചെയ്ത ഒരു മീറ്ററാണ്, അതേപോലെ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മീറ്ററാണ്, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എന്താണ് കേരളത്തിന് ഇത്ര പ്രത്യേകത എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുണ്ടായി. അപ്പോൾ അതൊന്നും നമുക്ക് വിശദമായിട്ടും നോക്കാം. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളിതാ ഈ ക്ലിപ്പുകളൊന്ന് കണ്ടുവെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിച്ചു പോകാം. അപ്പോഴേ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളും വസ്തുതകളും ഒക്കെ മനസ്സിലാകും. 22 വയസ്സേ ഉള്ളൂ. അർജുൻ ബേപ്പൂർ സ്വദേശിയാണ്. അർജുൻ സഞ്ചരിച്ച വണ്ടിയുടെ പിന്നിലിരിക്കുകയായിരുന്നു. അർജുന്റെ മുകളിലേക്ക് ഈ പോസ്റ്റ് വീഴുകയായിരുന്നു. പിന്നെ ഏറെ നാളായി പഴകി ദ്രവിച്ചു നിന്നിരുന്ന ഒരു പോസ്റ്റ് അത് അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. കോഴിക്കോട്ട് നടുവട്ടത്താണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ജോലിക്കിടെ kseb താൽക്കാലിക ജീവനക്കാരന് ഷോക്കേറ്റു. പാലക്കാട് നഗരത്തിലെ ശകുന്തള ജംഗ്ഷനിലായിരുന്നു അപകടം. 11 kV ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. പരുക്കേറ്റയാളെ അഗ്നിശമന സേന ജീവനക്കാരെത്തിയാണ് പുറത്തെടുത്തത്. ഇദ്ദേഹത്തെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ട്രാൻസ്ഫോമറിനുള്ളിലെ പവർ ഓയിലിലേക്ക് തീ പടർന്നതോടെ സമീപത്തുള്ള കേബിളുകളും കത്തി നശിച്ചു. 4 അഗ്നിശമന സേനാ യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. സൗരോർജ്ജം, കാറ്റാടി, പവർ ഗ്രിഡ് വിഭാഗങ്ങളിലെ വൈദ്യുതി സംഭരിക്കുന്ന ജില്ലയിലെ പ്രധാന സബ്സ്റ്റേഷനാണ് ഇത്. തളങ്കര തെരുവത്ത് കോയാസ് ലൈനിലെ ട്രാൻസ്ഫോർമറാണിത്. ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന പാതയോരത്ത് ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ ഈ ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്നു. ചുറ്റുമുള്ള ഇരുമ്പുവേലി പൂർണ്ണമായി ദ്രവിച്ചു കഴിഞ്ഞു. ട്രാൻസ്ഫോർമർ സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് തൂണുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മരപ്പാളിയുടെ അവസ്ഥയാണിത്. ട്രാൻസ്ഫോർമറുകളിലെ ഫ്യൂസ് കാരിയറുകൾ ഉപയോഗിച്ച് കൃത്യമായി മൂടിവെക്കണമെന്നാണ് നിബന്ധന. എന്നാൽ കാസർഗോഡ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള മിക്ക ട്രാൻസ്ഫോർമറുകൾക്കും ഈ ചട്ടമൊന്നും ബാധകമല്ല. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം പല സുഹൃത്തുക്കൾക്കും തോന്നിയിട്ടുണ്ടാവും ഇതിലെന്താണ് ഇത്ര പുതുമ, പല ആക്സിഡന്റുകളും സംഭവിക്കുന്നതല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും തോന്നാം. ശരിയാണ്, ഇലക്ട്രിക്കൽ പരമായിട്ട് ആക്സിഡന്റുകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അശ്രദ്ധാപരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടും സ്വാഭാവികമായിട്ടും ആക്സിഡന്റുകൾ സംഭവിക്കും. പക്ഷേ ഇവിടുത്തെ സ്ഥിതി അങ്ങനെയല്ല. പല കാരണങ്ങളും നിങ്ങൾ കണ്ടു. പോസ്റ്റ് ഒടിഞ്ഞ് വീണ് ഒരു കുട്ടി മരിച്ചതും, അതേപോലെ തന്നെ പോസ്റ്റിൽ ഇരുന്ന് ഷോക്കേറ്റ് മരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും പല വാർത്തകളും നിങ്ങളിപ്പോൾ ചെറിയ ഒരു ഗ്യാപ്പിനുള്ളിൽ കണ്ടുപോയിക്കാണും. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അടിസ്ഥാന വികസനമില്ലാതെ സ്മാർട്ടിലേക്ക് പോയിട്ട് എന്താ കാര്യങ്ങൾ? നിങ്ങളുടെ വീടുകളിൽ വരുന്ന kseb ജീവനക്കാർ അവരെത്ര പേര് സേഫ്റ്റി ബൂട്ട് ധരിച്ചിട്ടുണ്ടാണ് ജോലിക്ക് വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? മിക്കവാറും ആൾക്കാർ ഒരു റബ്ബർ ചെരുപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ഇതേപോലെ നമ്മുടെ മനുഷ്യന്റെ സേഫ്റ്റിക്ക് ആവശ്യമായ സേഫ്റ്റി സംവിധാനങ്ങളല്ലേ ആദ്യം ഒരുക്കേണ്ടത് kseb. അതിനുശേഷമല്ലേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. വിട്ടേക്കു, ആ സംവിധാനങ്ങളൊക്കെ മാറി നിൽക്കട്ടെ. നമ്മുടെ സ്മാർട്ട് മീറ്ററിന്റെ കേസിലേക്ക് വരാം. ഏകദേശം 1,30,00,000 മേളിൽ കൺസ്യൂമേഴ്സ് ഉണ്ട് നിലവിൽ നമ്മുടെ ksebക്ക്. അപ്പോൾ ഈ 1,30,00,000 സ്മാർട്ട് മീറ്ററുകളാണ് നമ്മൾ നിലവിൽ മാറ്റി വെക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ ഇവയുടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കുറേ തന്നെ പറയാനുള്ളൂ. ഇപ്പം തന്നെ പറഞ്ഞു, ഏകദേശം 8,000 രൂപ എടുത്താണ് നമ്മുടെ ഈ സ്മാർട്ട് മീറ്ററിന്റെ കോസ്റ്റ് വരിക. ഈ 1,30,00,000 സ്മാർട്ട് മീറ്ററുകൾ മാറ്റുമ്പോൾ എത്ര ആയിരം കോടിയുടെ കച്ചവടമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ക്യാഷ് എവിടെ നിന്നാണ് പോകുന്നത്? ഇതും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന നമ്മുടെ പൈസയും അതിൽ നിന്നുണ്ടാകുന്ന ടാക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ക്യാഷ് തന്നെയാണ്. ഇതിന് പുറമെ ഈ ക്യാഷ് തന്നെ നമ്മൾ തിരിച്ചടക്കുകയും വേണം. മീറ്റർ വാടക എന്ന ഇനത്തിൽ 8,000 രൂപ നമ്മൾ തിരിച്ചടക്കേണ്ട സംഭവം വരും. അത് സ്വാഭാവികമായിട്ടുള്ള കേസാണ്. അതവിടെ നിൽക്കട്ടെ. ഈ 1,30,00,000 മീറ്ററുകൾ മാറ്റി സ്ഥാപിക്കാൻ എത്ര ആയിരം കോടി രൂപയാണ്? ഈ ഇത്രയും 1000 കോടി രൂപയുടെ ഒരു പകുതി എമൗണ്ട് മതിയല്ലോ നിലവിലുള്ള നമ്മുടെ ksebയിലെ ജീവനക്കാരുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ അടിസ്ഥാന വികസനങ്ങൾ ഏർപ്പെടുത്താനായിട്ട് നമ്മുടെ LT കേബിളും HT കേബിളിൻ്റെയൊക്കെ ലൈനുകൾ മാറ്റി അണ്ടർഗ്രൗണ്ട് UG കേബിളാക്കി മാറ്റാൻ, അതേപോലെ തന്നെ ട്രിപ്പിംഗ് സംവിധാനങ്ങൾ ചെയ്യാൻ. ഒരു ഫ്യൂസ് കാരിയർ പോലും ഇല്ലാത്ത ഫ്യൂസ് യൂണിറ്റുകളുള്ള ട്രാൻസ്ഫോർമറുകൾ നിങ്ങൾ പരിസരത്തുണ്ടാവും. വെറും കമ്പി മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത് kseb ജീവനക്കാർ തന്നെയാണ്. അവരും മനുഷ്യരാണ്, അവർക്കും കുടുംബവും കുട്ടികളൊക്കെ ഉണ്ട്. ആ ഒരു സേഫ്റ്റി സംവിധാനം പോലും ചെയ്യാൻ പറ്റാത്ത ഇവർ എന്തിനാണ് ഈ സ്മാർട്ട് മീറ്ററിന്റെ പുറകെ പോകുന്നത്? ആദ്യമായിട്ട് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി ആ സൗകര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് പോലെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കുക. ഇവിടെ രണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാടുകളുമാണ് സർക്കാരിനും ബാക്കിയുള്ളതിനൊക്കെ ഉള്ളത്. അത് തുറന്നു വരാതിരിക്കാൻ പറ്റില്ല.
കാരണം സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആൾക്കാർ താമസിക്കുന്നത് തിങ്ങി പറക്കുന്ന മേഖലകളിൽ ഞാൻ നിങ്ങളെ വീഡിയോ ക്ലിപ്പ് കാണിച്ചു തരാം. ഈ ക്ലിപ്പുകളൊന്നും നീ ഒന്ന് കണ്ടു നോക്ക്. ഇവിടെ നമ്മുടെ LT പോസ്റ്റുകളില്ല, HT പോസ്റ്റുകളില്ല, ഇതേപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നില്ല. അതിനുള്ള കാരണമുണ്ട്. നല്ല പ്രോപ്പറായിട്ട് തന്നെയാണ് അണ്ടർഗ്രൗണ്ട് കേബിളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടുത്തെ സംവിധാനങ്ങൾ ചെയ്യുന്നത്. അവിടെ കറണ്ട് പോകുന്നില്ല, ട്രിപ്പിംഗ് പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, ഇതേപോലെ ലൈൻ പൊട്ടി വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വാ. അപ്പോൾ മച്ചാൻ നിങ്ങൾ നോക്കിയോ, ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ നിങ്ങൾ നോക്കിയോ, ഇതിനെല്ലാം ഓവർ ഹെഡായിട്ട് ഒരു ലൈൻ പോലും ഇല്ല. എല്ലാം UG കേബിളുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇരുവശത്തും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റ് ലൈനെല്ലാം അണ്ടർഗ്രൗണ്ട് കേബിളാണ്. ഒരു കേബിളും മേളിൽ തട്ടാനോ മുട്ടാനോ ഒന്നുമില്ല, പൊട്ടി വീഴാനുള്ളൊരു കമ്പികളില്ല. ഇരുവശത്തായിട്ട് പോസ്റ്റ് ലൈനുകളൊന്നുമില്ല. ഈ വണ്ടികളൊക്കെ പോകണം നോക്കി എത്രത്തോളം വെട്ടത്തിലാണ്. വളരെ നല്ല രീതിയിൽ റോഡിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പോകുന്ന രീതിയിലാണ്. അത്രത്തോളം ലൈറ്റിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു വാഹന അപകടം. ആ ബസ് മറിഞ്ഞ സമയത്ത് തന്നെ അവിടെ ഇരുട്ട് കുത്തി കിടക്കുകയാണ്. ഒരു ലൈറ്റ് പോലും ഇല്ലാത്ത റോഡിൽ കൂടിയാണ് ആ വണ്ടികളൊക്കെ ഓടിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ RM യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് ട്രിപ്പിംഗ് സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റാണ്. നമ്മുടെ ഫ്യൂസ് യൂണിറ്റ് പോലത്തെ സെറ്റപ്പ് തന്നെയാണെന്നുണ്ടെങ്കിലും അതൊരു സേഫ്റ്റി വളരെ കൂടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇതേപോലുള്ള വലിയ ബിൽഡിങ്ങുകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ആ സംവിധാനമൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കണേ. അതിൻ്റെ കാര്യങ്ങൾ എന്തായാലും പുറകെ കാണാം. എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നോക്കി ഈ റോഡിലേക്ക് നോക്കിയിട്ട് ഉണ്ടല്ലോ. ഇത് കൊച്ചിയിലെ പ്രമുഖരായ ആൾക്കാർ തിങ്ങി പറക്കുന്ന മേഖലയാണ്. ഇവിടെ കറണ്ട് പോകില്ല. പോയാലും ഒരു 5 മിനിറ്റിൽ താഴെ മാത്രമേ കറണ്ട് പോകും. അത് നമ്മുടെ സബ്സ്റ്റേഷനിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ മാത്രമേ കറണ്ട് പോകത്തുള്ളൂ. പിന്നെ സേഫ്റ്റി സംവിധാനങ്ങൾ, എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ RMB എന്ന് പറയുന്ന യൂണിറ്റ് ഞാനിപ്പോൾ കാണിച്ചാൽ അതിലൊക്കെയാണ് ട്രിപ്പിംഗ് ഏരിയ. അത് സബ്സ്റ്റേഷൻ വരെ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾ HTയുടെ കേസാണെങ്കിൽ പോലും LTയുടെ കേസിലും ഇതേപോലുള്ള സംവിധാനങ്ങൾ ചെയ്യാം. അതേപോലെ കടകൾക്ക് കൊടുത്തിരിക്കുന്ന സപ്ലൈകൾ, ഈ പ്രദേശത്തെ കടകൾക്ക് കൊടുത്തിരിക്കുന്ന സപ്ലൈകളെല്ലാം ഇതേപോലെ സേഫ്റ്റി സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ആ പ്രദേശം കണ്ടാൽ തന്നെ അറിയാം, നിങ്ങൾക്കറിയാം എത്രമാത്രം മനോഹരമായിരിക്കുന്നു. ഒരു ലൈൻ പോലും ഇല്ല. നമ്മുടെ പ്രദേശത്തൊക്കെ ആണെങ്കിൽ അറിയാം, ഒരു നാട്ടിലൊക്കെ ആണെന്ന് അറിയാം, ഒരു ലൈൻ പണ്ടെങ്ങോ വലിച്ചു പോയ ഒരു KCB ലൈൻ മാറ്റാനായിട്ട് നമ്മൾ എത്രത്തോളം പാടുപെട്ട് നടക്കുന്നു എന്നുള്ള കാര്യം ഇതൊക്കെ ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ടാണെങ്കിൽ സേഫ്റ്റി സംവിധാനങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം പോലെ സ്മാർട്ട് മീറ്റർ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഞാനൊരിക്കലും ഒരു വികസന വിരോധിയൊന്നുമില്ല. ടെക്നിക്കലായിട്ട് ഇലക്ട്രിക്കൽ പരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ തന്നെ സ്മാർട്ട് മീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ അതേപോലെ തന്നെ അതിൻ്റെ പോരായ്മകളെയും ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പിന്നെ ഡാറ്റ ചോർച്ചയെ പറ്റി വ്യക്തമായിട്ട് പറഞ്ഞതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നിങ്ങൾ പറഞ്ഞ രാജ്യത്തെ കേസുകളെ പറ്റി ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ചിന്തിച്ചു പോകണം. ഇപ്പൊ ഇവിടെ കാണുന്ന പോലുള്ള സിറ്റുവേഷൻ ആണ് ആ രാജ്യത്തൊക്കെ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. ഇതേപോലെ ലൈൻ വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടേക്കുന്ന സംവിധാനങ്ങളൊന്നും അല്ല എല്ലാ രാജ്യത്തുള്ളത്. നിങ്ങൾ പറഞ്ഞ സ്മാർട്ട് മീറ്റർ അവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങളും സേഫ്റ്റി സംവിധാനങ്ങളും ഉണ്ടാക്കിയതിന് ശേഷമാണ് അവർ ഈ കേസിലോട്ടൊക്കെ പോയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കമന്റ് ചെയ്യുമ്പോൾ അതേപോലെ ഇരിക്കണം. അത് കുഴപ്പമില്ല. നമുക്ക് അഭിപ്രായങ്ങൾ നല്ലതാണല്ലോ, പല അഭിപ്രായം പറയും. നിങ്ങൾ കണ്ടിട്ടുള്ളത് വെച്ച് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞത്. സ്വാഗതാർഹം തന്നെയാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ നമ്മൾ കടന്നു വന്ന മേഖല എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ സംസാരിച്ച് വന്ന മേഖല എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മീറ്ററാണ്. സ്മാർട്ട് മീറ്റർ നല്ലത് തന്നെയാണ്. നമുക്ക് കൃത്യമായിട്ട് റീഡിങ് കാര്യങ്ങൾ, കാൽക്കുലേഷൻ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു പോരായ്മ എന്ന് പറഞ്ഞത്, ഇതിൻ്റെ ഡാറ്റാ സെർവർ ഏൽപ്പിച്ചിരുന്നത് KCB അല്ല, മറ്റൊരു പ്രൈവറ്റ് കമ്പനിയാണെന്ന് പറഞ്ഞു. അവിടെയാണ് അതിൻ്റെ അത് പ്രശ്നം. എന്തിനാണ് കൃത്യമായിട്ട് നമുക്ക് സേഫായിട്ട് തോന്നുന്ന ഒരു സംവിധാനം, സർക്കാരിൻ്റെ അണ്ടറിലുള്ള ഒരു സംവിധാനം ഇവിടെ ഉള്ളപ്പോൾ മറ്റൊരു പ്രൈവറ്റ് കമ്പനിക്ക് അതിൻ്റെ ഡേറ്റാസ് കൈകാര്യം ചെയ്യുന്നതിന് കൊടുത്തത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ആ ഡേറ്റ അവിടെ നിന്ന് മേടിക്കുന്നതിന് അതും കാശ് കൊടുക്കേണ്ടി വരും. അവർ ഈ സംവിധാനങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതിന് അവർ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യുന്നതല്ലല്ലോ, അവന് ആ ഒരു ഡാറ്റ ചാർജ് ഉണ്ടാവും. ഇതൊക്കെ ഈടാക്കാൻ പോകുന്ന ആരുടെ അടുത്താണ്? നമ്മുടെ അടുത്ത്. ഇതേപോലെ ഈ സ്മാർട്ട് മീറ്ററുകൾ മാറ്റുന്ന കേസുകൾ, നമ്മുടെ പഴയ ഡിജിറ്റൽ മീറ്ററുകൾ മാറ്റുന്ന കേസിൽ ഈ ഡിജിറ്റൽ മീറ്ററും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. കോടിക്കണക്കിന് രൂപയാണ് ഈ 1,30,00,000 കസ്റ്റമർക്ക് ഈ ഡിജിറ്റൽ മീറ്റർ വെക്കാനായിട്ട് നമ്മൾ ചിലവാക്കിയിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം എന്താ ഇനി ആ പാഴായി പോകുന്നത് നമ്മുടെ വിയർപ്പിൻ്റെ അധ്വാനം ഒക്കെ തന്നെയാണ്. നമ്മുടെ ടാക്സാണ്, നമ്മുടെ കാശാണ്, നമ്മൾ കാര്യം അടച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് അതാണ്. അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്നു 10,000 കോടികൾ മുടക്കി ചെയ്യാൻ പോകുന്നു, നമ്മുടെ കാശ് തന്നെയാണ്. അത് കൊടുത്തിട്ട് നമ്മുടെ നിന്ന് തന്നെ ടാക്സ് മേടിച്ച് നമ്മളെ നിന്ന് തന്നെ അടുത്ത പലിശയും മേടിച്ചെടുക്കുന്ന ഇടപാടാണ് ഇപ്പോൾ. അല്ലെങ്കിൽ ഇപ്പോൾ ആരുടെ നിന്ന് മീറ്റർ വാടകയോ മറ്റൊന്നും മേടിക്കാതെ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. എന്നാലും മുടക്കുന്ന ഈ 10,000 കോടികൾ നമ്മുടെ കാശാണ്. അത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. എന്തിനാണ് ഇത്രയും കാര്യമായിട്ട് പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നാം. അത് വേറൊന്നുമല്ല, കാരണം ഞാനൊരു KSB ജീവനക്കാരനോ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള സംഭവത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളോ ഒന്നുമല്ല. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. ഞാൻ ഇലക്ട്രിക്കൽ മേഖലയിൽ
സ്വന്തം രീതിയിൽ വർക്കുകളൊക്കെ ചെയ്തു പോകുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ എനിക്കിപ്പോൾ ഒരു മീഡിയ ഉണ്ട്. ആ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ തുറന്ന് എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മോശം രീതിയിലൊക്കെ പറയാം. പിന്നെ ചില ആൾക്കാരുണ്ട് ഈ കൂട്ടത്തിൽ വാട്സപ്പിൽ വന്ന് ഭീഷണിപ്പെടുത്തുക, അതേപോലുള്ള കലാപരിപാടികളൊക്കെ നടത്തുക. ഇത് പറയാനുള്ള കാര്യം വേറൊന്നുമല്ല. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ തമാശ പറയല്ല, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ആ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കേന്ദ്രത്തെ വിമർശിച്ചാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് കാര്യമില്ല. കേന്ദ്രത്തെയും പറയും, സംസ്ഥാനത്തെയും പറയും, ഇപ്പോൾ ബാക്കിയുള്ളവരാണെങ്കിൽ അവരെയും പറയും. തെറ്റ് കാണിച്ച ആരാണെങ്കിലും അവരുടെ കാര്യം പറഞ്ഞിരിക്കും. അതിൽ നമുക്ക് യാതൊരു വിധ വിട്ടുവീഴ്ചയൊന്നുമില്ല. അത് പറയണോണ്ട് നമുക്ക് കുഴപ്പമില്ല, അത് പറയാനേ. അപ്പോൾ അതും പറഞ്ഞ് ഭീഷണിപ്പെടുത്താനായിട്ട് വേറെ കുറച്ച് ആൾക്കാർ അവർ വിട്ടേക്ക്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കൂട്ടുകാരൻ അനീഷ് വട്ടത്തിലൊക്കെ അനീഷ് ഞാൻ ഇവിടെ കടുക്കാം. അപ്പോൾ അനീഷയെ വന്നിട്ടൊരു കമന്റ് 1990-ലുള്ളവരൊക്കെ മുഴുവൻ തല്ലിക്കൊന്നല്ല, ചത്താലോ മറ്റേ നീ രക്ഷപ്പെടുമെന്നുള്ള പറഞ്ഞൊരു കേസിലാണ് പുള്ളിയെ വണ്ടി ചെയ്തത്. എൻ്റെ പൊന്നു കൂട്ടുകാരാ, അറിവില്ലെങ്കിൽ അത് മിണ്ടാണ്ടിരുന്നോളൂ. അർഹിക്കുന്ന അവജ്ഞതയോടുകൂടിയിട്ട് നിങ്ങളെയൊക്കെ തള്ളിക്കളയാം. വലിയ താല്പര്യമൊന്നുമില്ല അതിലേക്ക് കയറി വിടാൻ. എനിക്കൊട്ടും സമയവുമില്ല എന്നെ പറയുമ്പോൾ. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക, അത്രേ ഉള്ളൂ. നമുക്ക് കാര്യമായിട്ടൊന്നും പറയാം. പിന്നെ അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് മറുപടി പറഞ്ഞ ആൾക്കാരുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട കമന്റുകൾക്ക്, എതിർപ്പാണെങ്കിൽ പോലും ഇഷ്ടപ്പെട്ട കമന്റുകൾക്ക് നമ്മൾ ലൈക്ക് കൊടുക്കുക, ലൈക്ക് കൊടുക്കാണ്ട് പോകുന്ന പരിപാടിയില്ല. ആ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ബോധ്യമുള്ളത് തന്നെയാണ്. പക്ഷെ അവിടുത്തെ സാഹചര്യമല്ല ഇവിടുത്തെ സാഹചര്യമുള്ളതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടിട്ടാണ് അതിനെപ്പറ്റി പറയാം. നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കും. അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് വേണ്ടേ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. ഈ 10,000 കോടി മുടക്കുമ്പോൾ അതിൽ നിന്ന് ഒരു മനുഷ്യന്റെ ജീവനെങ്കിലും രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ അതല്ലേ വലിയ കാര്യം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കണ്ടോ രക്ഷപ്പെടുന്നില്ലേ? അത് മീറ്റർ ഉണ്ടാക്കുന്നത് മാത്രമേ രക്ഷപ്പെടുക കേട്ടോ, വേറെ ആരും രക്ഷപ്പെടാൻ പോലും. എന്തായാലും ഈ ടോപ്പിക്ക് ഇന്നത്തോടുകൂടി നമ്മൾ വിടുവാണ്. ഇതിൻ്റെ അത് കടിച്ചു നോക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. ടെക് പരമായിട്ട് ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഇഷ്ടം പോലെ ഉണ്ട്. അവർ പറഞ്ഞിട്ടുള്ള പല വീഡിയോകളും ചെയ്യാനും കിടക്കും. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ഇലക്ട്രിക്കൽ പരമായിട്ട് നമ്മുടെ കണ്ടന്റിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കൂടുതലും ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള ടെക് പരമായിട്ടുള്ള വീഡിയോസ് ആണ്. അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ടും ഇലക്ട്രീഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു കണ്ടന്റ് നമ്മൾ ഇലക്ട്രിക്കൽ പരമായിട്ട് വന്നുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് നേരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോരാം. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും എന്നും പറയുന്ന പോലെ തന്നെ ഗുഡ് ബൈ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.